നമസ്കാരം. മലൈക്കോട്ടെ വാലിബൻ എന്ന മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിൻ്റെ സിനിമയുടെ അപ്ഡേറ്റ്സ് ഓരോ ദിവസവും ഓരോന്നായി പുറത്തു വരികയും അതൊക്കെ വരുന്ന മുറയ്ക്ക് പ്രേക്ഷകരുടെ ആകാംക്ഷ വർദ്ധിക്കുകയും ആരാധകരുടെ ആവേശം കൂടുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. 2500-ലധികം എക്സ്ട്രാ ആർട്ടിസ്റ്റുകൾ, 100-ലധികം നടീനടന്മാർ, ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായകന് ഏറ്റവും വിശ്വാസമുള്ള അണിയറ പ്രവർത്തകർ, ടെക്നീഷ്യന്മാർ, അങ്ങനെ ആകെ മൊത്തം ഒരു ലിജോയുടെ മാസ്റ്റർ പീസ് എന്ന നിലയിലാണ് ഈ വാലിബൻ കോട്ട വിട്ട് പുറത്തു വരുന്നത് എന്നത് ഏതാണ്ട് ഉറപ്പിച്ചു. ഇതിൻ്റെ കഥയോ നടീനടന്മാരുടെ വിവരങ്ങളോ ഇപ്പോഴും നമുക്ക് അജ്ഞാതമാണ്. ഒന്നും ആരും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല. പറയണ്ട, ഇനി നമുക്ക് അതൊന്നും കേൾക്കുകയും വേണ്ട, അറിയുകയും വേണ്ട. ഒരു സന്ദർഭത്തിൽ അമിതാഭ് ബച്ചൻ മുതൽ രജനീകാന്ത്, കമലഹാസൻ തുടങ്ങി നിരവധി പേരുകൾ ഈ സിനിമയോടൊപ്പം നമ്മൾ പറഞ്ഞു കേട്ടു. കേട്ടതൊന്നും ശരിയല്ല എന്ന് സമർത്ഥിക്കാനോ എന്നാൽ കേട്ടത് സത്യമാണെന്ന് സമ്മതിക്കാനോ ലിജോയും കൂട്ടരും ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല. എന്തായാലും അങ്ങനെ ഒരു കഥാപാത്രത്തിൻ്റെ സാധ്യത അവർ തള്ളിക്കളയുന്നതുമില്ല. ഈ സിനിമയുടെ അപ്ഡേറ്റ്സിൽ എനിക്ക് സന്തോഷം പകർന്ന ഒരു അപ്ഡേറ്റ് ഒരു മലയാളി താരത്തിനെ സംബന്ധിച്ചുള്ളതാണ്. താരമാണോ എന്നൊരു സംശയം നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചേക്കാം. തീർച്ചയായും താരമാണ്. ഓരോ മേഖലകളിൽ ഓരോരുത്തർ താരങ്ങളാണല്ലോ. അത് മറ്റാരുമല്ല, ഒരു സഞ്ജന ചന്ദ്രൻ. പേര് പറഞ്ഞാൽ തന്നെ നിങ്ങളിൽ പലരും അറിയാനാണ് സാധ്യത. ഇതാണ് ആള്. വാലിബനിൽ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്യുന്നുണ്ട് സഞ്ജന ചന്ദ്രൻ എന്നത് വാർത്തകളിൽ നേരത്തെ തന്നെ നിറഞ്ഞിരുന്നു. വേഷത്തെപ്പറ്റി വലിയ ധാരണയൊന്നും സഞ്ജനയും പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ട്രെയിലറിലും തുടർന്നുള്ള പ്രമോഷൻ പരിപാടികളിലുമൊക്കെ സഞ്ജനയുടെ സാന്നിധ്യം നമ്മൾ കണ്ടു. ഇനി നമുക്ക് സിനിമ കാണുന്നതിന് മുമ്പ് ഈ സഞ്ജനയെ ഒന്ന് പരിചയപ്പെടാം. ആളൊട്ടും മോശം പുള്ളിയല്ല കേട്ടോ, ഒരു പുലിയാണ്, പുലി. ആൾ ഇന്ത്യ ഡാൻസേഴ്സ് അസോസിയേഷൻ നടത്തിയ ദേശീയ നൃത്ത മത്സരത്തിൽ കേരളത്തിൽ നിന്നും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഭരതനാട്യത്തിൽ ദേശീയ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് ഈ സഞ്ജന ചന്ദ്രൻ. കഴിഞ്ഞ തവണ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ ഇൻ്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവലിൽ കലാതിലകമായിരുന്നു സഞ്ജന. 2022 കലാപ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പുരസ്കാരം സഞ്ജനയ്ക്കായിരുന്നു. നൃത്തത്തിൽ മാത്രമല്ല, പാട്ട്, മോഡലിംഗ് തുടങ്ങി വിവിധ മേഖലകളിൽ സ്വന്തം വ്യക്തിത്വം അടയാളപ്പെടുത്തിയ സഞ്ജന ചന്ദ്രൻ എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ ഭരതനാട്യത്തിൽ 2ാം സ്ഥാനത്താണ് എത്തിയത്. അതിന് ആ മത്സരത്തിൻ്റെ ജഡ്ജസ് പറഞ്ഞ ന്യായം ഒരു ദേവിയാകാനുള്ള ശാരീരിക സൗന്ദര്യം സഞ്ജനയ്ക്കില്ല എന്നതായിരുന്നു. ഒരു ദേവിക്ക് ചേർന്ന ആകാരവടിവോ നിറമോ ഇല്ല എന്ന കാരണം കൊണ്ട് സഞ്ജന ചന്ദ്രൻ അവതരിപ്പിച്ച നൃത്തം പരിഗണിക്കാൻ കഴിയില്ല എന്ന ജഡ്ജസിൻ്റെ ന്യായത്തെ അന്ന് തന്നെ പലരും ശക്തമായി വിമർശിച്ചിരുന്നു. ഒരു ദേവീരൂപത്തിൻ്റെ അളവുകോലുകൾ നിർണ്ണയിക്കുന്നത് കലോത്സവ വേദിയിലെ ജഡ്ജസ് ആകുന്ന ഈ കെട്ടകാലത്തിൽ സഞ്ജന ചന്ദ്രൻ അന്ന് അവിടെ തോറ്റു. അന്ന് ആ വാർത്ത പത്രമാധ്യമങ്ങളിൽ വന്നപ്പോഴാണ് ഞാൻ ഈ സഞ്ജന ചന്ദ്രനെ ശ്രദ്ധിക്കുന്നത്. അന്നത്തെ ഈ ജഡ്ജസിൻ്റെ നിലപാടിനോട് സഞ്ജന തുടർന്ന് ആ വേദിയിൽ വെച്ച് തന്നെ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്തു. നമ്മുടെ പുരാണത്തിലെ ദേവിമാരെയെല്ലാം നേരിൽ കാണുകയും അടുത്ത് ഇടപഴകുകയും ചെയ്ത ആ ജഡ്ജസ് പണ്ഡിതന്മാരെ ഒന്ന് നേരിൽ കണ്ടാൽ, അതിനവസരമുണ്ടായാൽ 10 പറയണമെന്ന് അന്ന് എനിക്കും തോന്നിയിരുന്നു. പിന്നീട് നടന്ന MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പ്രതിഭാ പുരസ്കാരം നേടി ഈ സഞ്ജന. ഭരതനാട്യം, ലളിതഗാനം, കർണാടക സംഗീതം എന്നിവയിൽ 1ാം സ്ഥാനം. ഓക്കെ, നമുക്ക് സഞ്ജനയുടെ ചില പ്രകടനങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ പരിചയമാകുന്നത് ഈ പുലിയെ. ജം തട്രി കിട്ട തക്കദ കിട്ട തക്കദി കിട്ട ദിന്ദ ത കിട്ട തക്കദി കിട്ട തക്കദിന്ദ ത ധിം തദ്ധിം തക്കദിമ്മി തക്കത്തദ്ധിം ത
ധി ജം തരികിട്ട. കണ്ടില്ലേ? ഈ ഭരതനാട്യത്തിൽ മാത്രമല്ല മറ്റ് പല കലാരൂപങ്ങളിലും സഞ്ജന അവരുടെ കഴിവ് പൂർണ്ണമായും പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിറത്തിൻ്റെയും രൂപത്തിൻ്റെയും പേരിൽ ഒരു കലയെ തള്ളിക്കളയുന്ന ഫ്യൂഡൽ മാടമ്പിമാർ ഭരിക്കുന്ന കേരളത്തിലെ കലോത്സവ വേദികളിൽ നിന്ന് സഞ്ജനയുടെ എതിർ ശബ്ദം അന്ന് നമ്മൾ കേരളം കേട്ടു. നമ്മുടെ സങ്കല്പത്തിലെ ദേവിമാരെല്ലാം നല്ല ശരീര സൗന്ദര്യമുള്ള ശീലമാരും ജയഭാരതിമാരും ശ്രീവിദ്യമാരും മാത്രമായിരിക്കണമെന്ന വരട്ടു ചിന്തയിൽ തട്ടി നീറിക്കരിഞ്ഞ ആ മനസ്സിന് കുളിര് പകരുന്ന ഒരു പ്രഖ്യാപനം പെട്ടെന്ന് തന്നെ വന്നു. അതാണ് ഈ വാലിബനിൽ മോഹൻലാലിനൊപ്പം വേഷം ചെയ്യാനുള്ള ഓഫർ. ഈ സിനിമയിലെ കഥാപാത്രത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സഞ്ജനയ്ക്ക് അനുവാദമില്ലെങ്കിലും ഒരഭിമുഖത്തിൽ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വാലിബൻ ഒരു ചെറിയ മീനല്ല എന്നത് നമുക്ക് മനസ്സിലാകും. മലയാള സിനിമ ഈ കാലം അത്രയും ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരെ വെറും കോമഡിക്ക് വേണ്ടി അല്ലെങ്കിൽ സെക്സ് വർക്കേഴ്സ് ആയിട്ടൊക്കെയാണ് സിനിമയിൽ അവതരിപ്പിച്ചിരുന്നത്. അത്തരം വേഷങ്ങൾ സാധാരണയായി മറ്റ് നടന്മാരോ നടിമാരോ ആണ് ചെയ്തിരുന്നത്. ആ പ്രവണതയെ അട്ടിമറിക്കാനാണ് വാലിബൻ്റെ വരവ് എന്നതും ഇപ്പോൾ ഉറപ്പായി. മലയാള സിനിമയിൽ അത്ര സാധാരണമല്ലാത്ത ഒരു കഥാപാത്രമാണ് താൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ സഞ്ജനയുടെ വാക്കുകളിൽ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ അത് നാളെ ഒരു ചരിത്രമാകും. ഈ സിനിമയിൽ മോഹൻലാലിനോടൊപ്പം ഭരതനാട്യത്തിൻ്റെ ഏറ്റവും പുരാതനമായ രൂപം ഒരുപക്ഷെ സഞ്ജന അവതരിപ്പിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒപ്പം ഒരു സംഘടന രംഗത്തിലും സഞ്ജന മോഹൻലാലിനോടൊപ്പം അഭിനയിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഒരു രംഗം റിയലിസ്റ്റിക്കായി ചിത്രീകരിക്കാൻ മോഹൻലാൽ എടുക്കുന്ന റിസ്ക് കണ്ടപ്പോൾ അദ്ദേഹത്തോടുള്ള ആദരവ് കൂടുതൽ വർദ്ധിച്ചുവെന്നും വിവിധ കലാരൂപങ്ങളെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ അറിവിൽ മയങ്ങിപ്പോയി എന്നും സഞ്ജന ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഒരു കലാകാരൻ്റെ സ്വാഭാവികമായ മികവ് പുറത്തു കൊണ്ടുവരാനുള്ള ലിജോയുടെ മിടുക്കും സഞ്ജന എടുത്തു പറയുന്നു. വർഷങ്ങളായി ഞാൻ സഞ്ജനയെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ കലാപരിപാടികൾ എന്നിവ ശ്രദ്ധിക്കാറുമുണ്ട്. വാലിബൻ സിനിമയിലേക്ക് സഞ്ജന കരാർ ചെയ്യപ്പെട്ട വാർത്ത ഒത്തിരി സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് കേരളം കേട്ടത്. ഏത് വേഷമായാലും, എത്ര ചെറിയ വേഷമായാലും അത് ഒരു ചരിത്രമാണ്. സഞ്ജനയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം ആ പ്രസ് മീറ്റിൽ നിന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോഴും ഒരു സ്വപ്നലോകത്തിലാണ്. കാരണം സിനിമയിൽ വരുന്നോ അഭിനയിക്കുന്നതൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്ന ഒരാളല്ല. പക്ഷേ ഈ ഒരു ഫിലിമിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പോരാടുന്നതിൻ്റെ ഒരു വിജയത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്നു. ഈ ഒരു ഫിലിമിൻ്റെ ഭാഗമാകാൻ പറ്റുന്നതിൽ വളരെയധികം അഭിമാനം, ഇത്രയും ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്നതിൽ തന്നെ. സോ താങ്ക് യു സോ മച്ച് ലിജോ സാർ ആൻഡ് ലാലേട്ടൻ ആൻഡ് എൻ്റയർ ടീം ഓഫ് മലൈക്കോട്ടെ വാലിബൻ. താങ്ക് യു. ഏതു വേഷമായാലും, എത്ര ചെറിയ വേഷമായാലും അത് ഒരു ചരിത്രമാണ്. നമ്മളും ഈ വരുന്ന ജനുവരി 25-ന് ആ ചരിത്രത്തിൻ്റെ ഭാഗമാകും. സഞ്ജനയെപ്പോലുള്ളവരുടെ പോരാട്ടത്തിന് വാലിബൻ മാത്രമല്ല, ലോകം മുഴുവൻ അവരോടൊപ്പം ഉണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും സ്നേഹാദരം.